കാട്, ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ വല്ലപ്പോഴും അരിച്ചെത്തുന്ന സൂര്യപ്രകാശം, സുഗന്ധവാഹിയായ കാറ്റു കൊണ്ടുവരുന്നത് അപൂർവതകൾ അലങ്കരിച്ച പൂക്കളുടെയും പഴങ്ങളുടെയും കൊതിപ്പിക്കുന്ന മണം, ചിന്നിച്ചിതറി ഒഴുകുന്ന അരുവികളിലെ ജലം കളകളാരവം പൊഴിക്കുമ്പോൾ ഏതോ പാറക്കെട്ടുകളിൽ ആർത്തലച്ച് ചിരിക്കുന്ന വലിയ വെള്ളച്ചാട്ടങ്ങൾ ഹൂങ്കാരധ്വനി മുഴക്കുന്നു. ആ നിബിഡ വനഭൂമി കഴിഞ്ഞാൽ നന്ദാവനത്തിന് സമാനമായ ഒരു തപോവനം, അതിൽ മാനസ സരസിന് തുല്യമായ ഒരു തടാകം. മാനുകൾ മയിലുകൾ അഴകു വിടർത്തും, മലരുകൾ തളിരുകൾ മാടി വിളിക്കും, മധുരതരമാകും കിളിപ്പാട്ടു കേൾക്കും, മലർവനീതെന്തോരു ഭംഗിയെന്നോ. അതെ, മാനുകൾ കൂട്ടമായി മേയുന്ന, മയിലുകൾ നൃത്തമാടുന്ന, കിളികൾ മധുരഗാനം പൊഴിക്കുന്ന ആ തപോവനത്തിൽ കൗമാരം പടികടക്കാത്ത അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവളുടെ തോഴിമാർക്കൊപ്പം അവൾ ആർത്തുല്ലസിക്കുന്നു. ആടയാഭരണങ്ങളും അലങ്കാരവും കൊണ്ട് അവൾ ഒരു രാജകുമാരിയാണെന്ന് അനുമാനിക്കാം. എന്തൊരഴകാണ് അവൾക്ക്! അധരയുഗ്മം പനനീപ്പൂ പോലെ കവിൾ തടങ്ങൾ, പരൽമീൻ കണ്ണാണേ പിടയ്ക്കുന്ന കരളാണേ, പത്തരമാറ്റുള്ള പെണ്ണാണവൾ. ശയ്യാദി മഹാരാജാവിൻ്റെ ഏക മകളാണവൾ. എല്ലാവർക്കും ആരോമലായി ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന സുന്ദരി. ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കും. പനങ്കുല പോലെയുള്ള മുടി, എള്ളിൻ പൂ പോലെയുള്ള മൂക്ക്, വടിവൊത്ത ആ പെണ്ണഴകിൽ കൗമാര വസന്തം ഒളിച്ചു നിൽക്കുന്നു. അധരയുഗ്മം പനനീപ്പൂ പോലെ കവിൾ തടങ്ങൾ, പരൽമീൻ കണ്ണാണേ പിടയ്ക്കുന്ന കരളാണേ, പത്തരമാറ്റുള്ള പെണ്ണാണവൾ. ആ പെൺകുട്ടിയുടെ കഥ പുരാണത്തിൽ നിന്നും ഞാൻ അവതരിപ്പിക്കട്ടെ. സുകന്യ. ശയ്യാദി രാജാവും പത്നിമാരും ഉല്ലസിക്കാനായി എത്തിയതാണ് ആ കാട്ടിൽ. അവരോടൊപ്പം ഉണ്ടായിരുന്ന ഏകമകൾ സുകന്യയും തോഴിമാരും കാനന ഭംഗി ആസ്വദിക്കുകയാണ്. സുമതല ശോഭയിൽ സുധ നിറയുന്ന പോൽ സുഖത സുമംഗളം സുനയന സുന്ദരി, അരയന്ന നടകളിൽ അഞ്ജന കേശിയാൽ ആരിലും ഉണർത്തുന്നു പ്രണയഭാവം. ഇവിടെ ബഹളം വെക്കരുത്. അതെന്താ? ആ തടാകത്തിനപ്പുറമുള്ള വള്ളിക്കുടലിനകത്ത് ഒരു മുനി തപസ് ചെയ്യുന്നുണ്ട്. വലിയ തപോശക്തിയുള്ള മുനിയാ. പക്ഷേ ആള് വലിയ ദേഷ്യക്കാരനാ. ഉവ്വോ, എങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. സുകന്യയും കൂട്ടുകാരും ഏറെ പ്രയാസപ്പെട്ട് ആ തടാകം നീന്തി കടന്നു. എവിടെ? കാണുന്നില്ലല്ലോ. തിരഞ്ഞവർ നടന്നു. വള്ളിക്കൂട്ടങ്ങൾ വളർന്നു നിൽക്കുന്നതിനിടയിൽ ഒരു ചിതൽപുറ്റ്. ശബ്ദമുണ്ടാക്കാതെ നമുക്ക് അടുത്തേന്ന് നോക്കാം. സുകന്യ അവളുടെ തോഴിമാർക്കൊപ്പം ആ ചിതൽപുറ്റിനരികിലേക്ക് നടന്നു. അതിനു ചുറ്റും അവൾ വലം വെച്ചു. അപ്പോഴാണ് രത്നങ്ങൾ പോലെ എന്തോന്ന് ആ പുറ്റിനുള്ളിൽ തിളങ്ങുന്നത് അവൾ കണ്ടത്. മിന്നാമിനങ്ങെന്ന് കരുതി ഒരു മുള്ളെടുത്ത് പുറ്റു കുത്തി പൊട്ടിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന മുനി കണ്ണു തുറന്നു. നേർത്ത ശബ്ദത്തിൽ അദ്ദേഹം വിലക്കിയെങ്കിലും അവളത് കേട്ടില്ല. അടുത്ത കുത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിലായിരുന്നു. ആർത്തനാദം കേട്ടതിനൊപ്പം രണ്ട് കണ്ണുകളിൽ നിന്നും ചോര ചീറ്റി ഒഴുകി വന്നു. ആർത്തലച്ചെത്തുന്ന തിരയതുപോലെ
ഭൂതവും ഭാവിയും ആത്മനൊമ്പരം കൊണ്ടു തേങ്ങി നിൽക്കേ. അദ്ദേഹം ച്യവന മഹർഷി. യൗവനത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനായി തപസ് ചെയ്ത് വരങ്ങൾ നേടിയ അദ്ദേഹത്തെ കണ്ടാൽ എല്ലുകൾ എഴുന്നൊരു ദേഹമല്ലോ, പല്ലുകൾ പോയൊരു വദനമല്ലോ, ഒടിഞ്ഞു വളഞ്ഞുള്ള പ്രകൃതമല്ലോ, വൈരൂപ്യമല്ലോ നിറഞ്ഞിടുന്നു. ആര് കണ്ടാലും മുഖം ചുളിക്കും. ആഹാര നീഹാര അതികൾ വെടിഞ്ഞ് ലോകമായകളെ പൂർണ്ണമായും ത്യജിച്ച് ജീവിതം എരിയിച്ചു തീർത്ത ആ മനുഷ്യന് എങ്ങനെയാണ് ആരെയും ആകർഷിക്കുന്ന ശരീരമുണ്ടാവുക? എന്തു ചെയ്യണമെന്നറിയാതെ സുകന്യയും തോഴിമാരും നിൽക്കുമ്പോൾ അവരെ അന്വേഷിച്ച് ആ രാജകുമാരിയുടെ പിതാവ് ശയ്യാദിയും പരിവാരങ്ങളും അവിടെ എത്തി. കണ്ണിൽ നിന്നും ചോര ഒലിച്ച് പാതി ചിതൽപുറ്റിലിരിക്കുന്ന ച്യവന മഹർഷിയെയും വിഷണ്ണയായി നിൽക്കുന്ന തൻ്റെ പുത്രിയെയും കണ്ട രാജാവിൻ്റെ ഉള്ളൊന്ന് കാളി. ക്ഷിപ്രകോപിയായ ച്യവന മഹർഷി, ഇട്ടും പൊട്ടും തിരിയാത്ത തൻ്റെ പുത്രി. പിതാവിനെ കണ്ട സുകന്യ അദ്ദേഹത്തിൻ്റെ ദേഹത്തോട് ചേർന്ന് വിതുമ്പി കരയാൻ തുടങ്ങി. നടന്നതെല്ലാം മകൾ കണ്ണുനീരോടെ പറഞ്ഞു തീർത്തപ്പോൾ സ്തബ്ധനായി നിന്നോ താതനാം രാജൻ. തകർന്നൊര സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി, എന്തെന്നറിയില്ല പരിഹാരമേത്, പിടയുന്ന നെഞ്ചുമായി വിധി ഓർത്തിതാ. മഹർഷി, എനിക്കാകെയുള്ള പൊന്നുമോളാണിവൾ. പ്രായത്തിൻ്റെ കുസൃതി, അപക്വമായ മനസ്സ്, ഇവയൊക്കെ ഓർത്ത് എൻ്റെ മക്കളുടെ തെറ്റ് പുറത്തു തരണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നവനാണ് രാജാവ്. എന്നെപ്പോലെ വൃദ്ധനും ബലഹീനനുമായ ഒരുവന് കണ്ണുകൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം എത്ര ദുസ്സഹമായിരിക്കുമെന്ന് അങ്ങേക്ക് അറിവുള്ളതല്ലേ? മഹാത്മൻ, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ രാജാവാണ്, അതോടൊപ്പം പിതാവുമാണ്. അങ്ങയോട് മാപ്പ് അപേക്ഷിച്ചത് അതുകൊണ്ടാണ്. അങ്ങേക്ക് സഹായികളായി എത്ര പേര് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. മഹാരാജൻ, നിങ്ങൾ സ്വർഗത്തിലെ ദേവഗണങ്ങളെ അയച്ചു തന്നാലും നിങ്ങളുടെ മകൾ ചെയ്ത പാപത്തിന് പരിഹാരമാവില്ല. അതുകൊണ്ട് അവൾ എൻ്റെ പത്നിയായി എന്നെ ശുശ്രൂഷിക്കട്ടെ. ദിക്കുകൾ പൊട്ടുമാറുച്ചത്തിൽ ഹൃദയം പിളർന്നുള്ള നിലവിളിയായി ദഹിക്കുന്നു, ജീവനോടെരിയുന്നു ചിതയിൽ, തപിക്കുന്നു, പിടയ്ക്കുന്നു നെഞ്ചകവും. അച്ഛാ, അദ്ദേഹത്തിൻ്റെ പത്നിയായി ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ഞാൻ ചെയ്ത മഹാപരാധത്തിന് ഞാൻ പരിഹാരം ചെയ്തുകൊള്ളാം. അവളുടെ ഉറച്ച തീരുമാനത്തിന് മുമ്പിൽ ഒന്നും പറയാനാവാതെ ശയ്യാദി രാജാവ് നിന്നു. അവരെയെല്ലാം തിരിച്ചയച്ച് സുകന്യ മഹർഷിയുടെ കാൽപാദത്തെങ്കിലിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ പച്ചമരുന്നുകൾ അരച്ചു പുരട്ടി ഒരു കൊച്ചുകുട്ടിയെ പരിചരിക്കുന്നത് പോലെ അവൾ അദ്ദേഹത്തെ പരിചരിച്ചു. ഫലമൂലാദികൾ ശേഖരിച്ച് ഭക്ഷണം നൽകി വൃദ്ധനും വിരൂപനും കണ്ണുപൊട്ടനുമായ തൻ്റെ ഭർത്താവിനെ ഏറ്റവും ഭയഭക്തി ബഹുമാനങ്ങളോടെ അവൾ ശുശ്രൂഷിച്ചു. പ്രണയമൊളിപ്പിച്ച് കണ്ണുകളിൽ നിന്ന് പതിവ്രത തന്നോടെ പ്രൗഢതയും പലവുരു പാടിയ പാട്ടുകളെല്ലാമേ
പതിമറന്നവൾ തപസ്വിനിയായി, പതിയുടെ നിഴലായി പാകതയിൽ. നാളുകൾ കഴിഞ്ഞു. തൻ്റെ ജീവിതക്രമത്തിൽ സന്തോഷം കണ്ടെത്തി വൃദ്ധ മഹർഷിയുടെ പത്നിയായി ജീവിക്കുന്ന സുകന്യ മനുഷ്യർക്കെന്നതുപോലെ ദേവകൾക്കും അത്ഭുതത്തിന് കാരണമായി. ദേവവൈദ്യരും അശ്വിനി കുമാരന്മാരുമായ സത്യനും ദസ്രനും ച്യവന മഹർഷിയുടെ പതിവ്രതയായ ഭാര്യ സുകന്യയെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ആശ്രമത്തിൻ്റെ നടയിലുള്ള നദിയിൽ നിന്നും സ്നാനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിലവർ കാത്തുനിന്നു. രാജപുത്രിയുടെ അത്ഭുതകരമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി സർവ്വതും മറന്നവർ നിന്നു. ഹേ സുന്ദരി, നിന്റെ അഴകും യൗവനവും ആ കുരുടന്റെ കാൽക്കീഴിൽ അടിയറ വെച്ച് നീ എത്ര വലിയ വിഡ്ഢിയാണ്. ഈ അധരവിടങ്ങളിൽ ചുംബിക്കുവാൻ നീ അനുവദിച്ചാൽ സ്വർഗത്തിലെ സോമരസം പോലും തോറ്റു പിൻവാങ്ങും. നിർത്ത്! നിങ്ങൾ എന്തു കരുതി? യൗവന മോഹങ്ങളെ താലോലിച്ച് നടക്കുന്നവളാണ് ഞാനെന്നോ? വിഡ്ഢികൾ നിങ്ങളാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ കൺകണ്ട ദൈവമാണ്. എന്തു കുറവുണ്ടെങ്കിലും ഞാൻ മനസ്സവരിച്ച് അദ്ദേഹത്തെ ദുഷിച്ചു പറയുന്നവൻ ആരായാലും എൻ്റെ ശാപമേൽക്കാതെ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ക്ഷമിക്കണം. ഭവതിയെ പരീക്ഷിക്കുവാൻ വന്ന അശ്വിനി ദേവന്മാരായ ദസ്രനും സത്യനുമാണ് ഞങ്ങൾ ദേവവൈദ്യരാണ്. നിന്റെ ഭർത്താവിൻ്റെ 2 കണ്ണുകളും തെളിയിച്ച് ഞങ്ങൾ അദ്ദേഹത്തെയും ഞങ്ങളെപ്പോലെ തന്നെ സുന്ദരനും യുവാവുമാക്കി തീർക്കാം. ഞങ്ങൾ 2 പേരും നിന്റെ ഭർത്താവും അന്യോന്യം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരുപോലെ സുന്ദരന്മാരായി നിൽക്കുമ്പോൾ നീ ഞങ്ങൾ 3 പേരിൽ ആരെയെങ്കിലും ഒരാളെ ഭർത്താവായി സ്വീകരിക്കുക. സമ്മതമാണോ? മറുപടി പറയാതെ സുകന്യ ആശ്രമത്തിലെത്തി തൻ്റെ ഭർത്താവിന് വിവരങ്ങൾ അറിയിച്ചു. ച്യവന മഹർഷിക്ക് ആ വ്യവസ്ഥകൾ സമ്മതമായി. പക്ഷേ പലവിധ ചിന്തകൾ പലവൊരു മനസ്സിൽ കലപില കൂട്ടി കണക്കുകൂട്ടി പാതി സമ്മതം മൂളി പകിട കളിച്ചിടാൻ പതിവ്രതയവളെന്നുറച്ചിടുന്നു. അശ്വിനി ദേവന്മാർ ച്യവന മഹർഷിയോടൊപ്പം തടാകത്തിലിറങ്ങി കുളിച്ചു കയറി. അത്ഭുതം! 3 പേർ ഒരുപോലെ. ജരാനരകൾ ബാധിച്ച കുരുടനും കൂനനുമായിരുന്ന ച്യവന മഹർഷിയും സൂര്യ തേജസ്വിയായി മാറിയിരിക്കുന്നു. ഇതിൽ നിന്നും തൻ്റെ ഭർത്താവിനെ എങ്ങനെ കണ്ടെത്തും? ദേവി മഹാമായേ, അവിടുത്തെ ഭക്തിയായി എന്നെ ഈ വിഷമസന്ധിയിൽ സഹായിക്കുവാൻ അവിടെ നിന്നല്ലാതെ മറ്റാരുമില്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സുകന്യ ഒരു യുവകോമളന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പാതിവ്രത്യ പുണ്യത്തിൽ ച്യവനൻ സന്തോഷിച്ചു. അവളെ പിടിച്ചുയർത്തി തൻ്റെ മാറോട് ചേർത്ത് നിർത്തിയ ച്യവന മഹർഷിയെ തൻ്റെ കണ്ണുനീര് കൊണ്ട് പൂജിക്കുകയായിരുന്നു സുകന്യ. അവളുടെ മുമ്പിൽ അശ്വിനി ദേവകൾ തലകുനിച്ചു. ദേവി സുകന്യയെ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകൂ. തപം ചെയ്ത് നേടിയ ച്യവന മഹർഷിയുടെ വരങ്ങളോടൊപ്പം ത്യാഗം ചെയ്തു നേടിയ അവിടുത്തെ വരങ്ങളും വിലമതിക്കപ്പെടട്ടെ. നന്ദിയാൽ നിറയുന്ന മനസ്സുമായി നന്മകൾ നൽകുന്ന പുണ്യവുമായി സുകൃതിനെ ചൊരിയുന്നു നറുസുഗന്ധം. സുമങ്ങളിൽ കളിയാടും മധുസുഗന്ധം. സുകൃതിനെ ചൊരിയുന്നു നറുസുഗന്ധം. സുമങ്ങളിൽ കളിയാടും മധുസുഗന്ധം. സ്ത്രീത്വത്തിന്റെ മഹത്വം കാത്തു സൂക്ഷിച്ച സുകന്യ ദേവിയെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ദേവന്മാർ മറഞ്ഞപ്പോൾ ദിവ്യജ്ഞാനം നേടി കൃതാർത്ഥിയായ അവൾ നന്ദിയാൽ നിറയുന്ന
ചൊരിയുന്നു നറുസുഗന്ധം. സുമങ്ങളിൽ കളിയാടും മധുസുഗന്ധം. സുകൃതിനി ചൊരിയുന്നു നറുസുഗന്ധം. സുമങ്ങളിൽ കളിയാടും മധുസുഗന്ധം.